പ്രിയമുള്ളവരെ, ഞാൻ ഇന്നുള്ളത് നമ്മുടെ വയനാട് തുരങ്കപാതയിലാണ്. തുരങ്കം നിർമ്മിക്കുന്ന സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ഇവിടുന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നു. ഇന്ന് ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. ആദ്യം ഈ സൈറ്റ് ഒന്ന് കാണാം. ഇന്നിവിടെ പണി നടക്കുന്ന സ്ഥലം ഒന്ന് കാണാം നമുക്ക്. ഇതാണ് നമ്മളെ തുരങ്കപാത പണി നടക്കുന്നത്. കണ്ടോ, ഗംഭീരമായിട്ട് പണി നടക്കുന്നുണ്ട്. നിലവില് നല്ല വൃത്തിയായിട്ട് പണി നടക്കുന്നുണ്ട്. ഓക്കെ, ഞാന് ഈ വീഡിയോ ഇട്ടിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രധാനം. കാരണം എന്താ വെച്ചാല്, ഇന്നലെ ഈ പണി നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അത് വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ പരിഗണിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ചുരം ബ്ലോക്ക് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ചുരത്തിൽ ഒരു അരമണിക്കൂറിൽ കൂടുതലെങ്കിലും ബ്ലോക്ക് പെടാത്ത ആളുകൾ ഉണ്ടാവില്ല. വയനാടിന് ഏക ആശ്രയമാണ് ഈ തുരങ്കപാത. രാത്രികാല നിരോധനമൊക്കെ കഴിഞ്ഞ് എന്താ പറയാ, രാത്രികാല നിരോധനത്തിലൊക്കെ കുടുങ്ങി നിൽക്കുന്ന വയനാടിന് ഒരു ആശ്രയമാണ് ഇപ്പം ഈ തുരങ്കപാത എന്നുള്ളത്. രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് കിട്ടുന്ന ഒരു വികസന പ്രവർത്തനമാണ്. അങ്ങനെ വയനാടിന്റെ ഇനിയുള്ള ഒരു പ്രതീക്ഷ അതാണ് ഈ പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട്. എന്താ പറയാ, പ്രത്യേകിച്ചും ബത്തേരിക്കടുത്ത് മൂലങ്കാവുള്ള ഒരു നാറിയുണ്ട്, ബാദുഷ എന്ന് പറഞ്ഞ. ഈ ബാദുഷയാണ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നില്. അപ്പൊ ഇന്നലെ ഞാൻ ബാദുഷക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു FB പോസ്റ്റ് ഇട്ടിരുന്നു. അത് നല്ല രീതിയിൽ ആളുകള് അയാളോടുള്ള വെറുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതിനെതിരെ നമ്മൾ എന്താക്കണം, പ്രതികരിക്കണം. നമ്മള് ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യമാണ് ഈ റോഡ്. ഒരാൾക്കോ രണ്ടാൾക്കോ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കപട പരിസ്ഥിതിവാദികളുടെ മുന്നിൽ തോൽക്കാനുള്ളതല്ല. അപ്പൊ നമ്മൾ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. നമ്മളെ എന്താ പറയാ, നമ്മളെ ആവശ്യമാണ് ഈ തുരങ്കപാത. ഈ തുരങ്കം കൂടി വന്നില്ലെങ്കിൽ വയനാട് ഇനി ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഇത്തരം പരിസ്ഥിതിവാദികൾക്കെതിരെ ഞാൻ പറയുന്നത്, നമ്മളെ കപട പരിസ്ഥിതിവാദികളാണ് ഇവര്. ഇവരെ വീടൊക്കെ രണ്ട് നല്ല വാർപ്പിട്ട ടെറസ് വീട്, അതിൽ തന്നെ നല്ല തേക്ക് വെച്ച് പാനൽ ചെയ്ത വീട്, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. മറ്റു ജില്ലകളിലെ കോരി ലോബികളിൽ നിന്നും പൈസ വാങ്ങി വയനാടിന് ഒറ്റി കൊടുക്കുന്ന കള്ള പരിസ്ഥിതിവാദികളെ കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവരുത്. അതുകൊണ്ട് നമ്മൾ ശക്തമായുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണം. നമ്മൾ ഇവരെ വീട്ടിലോട്ട് പ്രകടനങ്ങൾ നടത്തണം. നമ്മളെ വയനാടുകാർ ഒന്നിച്ചു നിന്നിട്ട് ഇവരെ തോൽപ്പിക്കണം. നമ്മളെ പ്രതിഷേധങ്ങൾ നമ്മൾ ഉയർത്തണം. നമ്മളെ ഉള്ളിലും വിപ്ലവം ഉണ്ടാവണം. നമ്മൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാനാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇത് നമ്മുടെ ആവശ്യമാണ്, വയനാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വരുന്ന എല്ലാ പ്രക്ഷോഭങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി അടിച്ചമർത്തണം. ഈ ബാദുഷയെ നമ്മൾ വീട്ടിലോട്ട് പ്രകടനം നടത്തണം, പന്തം കൊളുത്തി പ്രകടനം നടത്തണം. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നമ്മൾ താക്കീത് കൊടുക്കണം. വയനാട്ടിൽ ജീവിക്കാൻ അനുവദിക്കരുത് ഇത്തരക്കാരെ. ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന് ഞാൻ മുന്നിലുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ യുവാക്കൾ മുന്നിലുണ്ടാവും. നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നമ്മളെ പല രീതിയിൽ തോൽപ്പിക്കാൻ വരുന്ന, നമ്മളെ വികസനത്തെ തോൽപ്പിക്കാൻ വരുന്ന എല്ലാവർക്കും നമ്മൾ താക്കീത് കൊടുക്കണം.